വെൽക്കം ടു മൂവി ബ്രാൻഡ്. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ പിറന്നാൾ. കേരളക്കര ഒന്നാകെ അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയിരുന്നു. വർഷങ്ങൾ നീണ്ട കരിയർ ഗ്രാഫിലെ ഉയർച്ച താഴ്ചകളും അവിസ്മരണീയ പ്രകടനങ്ങളുമെല്ലാം പിറന്നാൾ ദിനത്തിൽ ആരാധകർ ചർച്ചയാക്കുന്നു. കരിയറിനൊപ്പം ജീവിതത്തോടുള്ള മോഹൻലാലിന്റെ കാഴ്ചപ്പാടുകളും പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആത്മീയതയിൽ വിശ്വസിക്കുന്ന മോഹൻലാൽ പല കാര്യങ്ങളിലും ചില ഫിലോസഫികൾ പിന്തുടരുന്നുണ്ട്. ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മകനെയും മകളെയും സ്നേഹിക്കാൻ ഒരു പരിധിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ എപ്പോഴും അവരെക്കുറിച്ച് ആലോചിച്ച് അവരിൽ നിന്ന് മോശമായ പ്രതികരണം ഉണ്ടായാൽ നമ്മൾ കൂടുതൽ വേദനയിലേക്ക് പോകും. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. മകളെക്കുറിച്ച് ഒരു സങ്കല്പം കാണില്ലേ എന്ന ചോദ്യത്തിനും നടൻ മറുപടി നൽകി. അവർ അവരുടേതായ ജീവിതശൈലി ഉണ്ടാകട്ടെ, അവരുടെ ബുദ്ധിയിൽ നിന്ന് അവർ കണ്ടുപിടിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്കവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. എൻ്റെ അച്ഛന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഇഷ്ടമാണോ അല്ലയോ എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യൂ എന്നാണ്, എന്നിട്ട് ഇഷ്ടം പോലെ ചെയ്യൂ എന്നാണ്. ഞാൻ എൻ്റെ മകനോടും അത് തന്നെയാണ് പറയാറ്. ഡിഗ്രി പൂർത്തിയാക്ക്, അത് കഴിഞ്ഞ് നിന്റെ മാർഗം നീ തിരഞ്ഞെടുക്കൂ എന്നാണ്. അദ്ദേഹത്തിന് പഠിപ്പിക്കാനാണ് ഇഷ്ടം. ഒരുപാട് പേർ വന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, എനിക്ക് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല കാര്യമാണത്. അതാണ് അയാൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചെയ്യട്ടെ. ഞാൻ വിചാരിച്ചാലോ അയാൾ വിചാരിച്ചാലോ ആക്ടർ ആകാൻ പറ്റില്ല. എൻ്റെ മകൻ ആക്ടർ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എൻ്റെ ഇഷ്ടത്തിനല്ല. അവരുടെ ഇഷ്ടത്തിനാണ് പ്രധാനം. മക്കളോട് സ്നേഹമില്ലെന്നല്ല, അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ അതൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ആണെന്നും മോഹൻലാൽ അന്ന് വ്യക്തമാക്കി. അതേസമയം ഈ അഭിമുഖം നൽകി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. വൻ വരവേൽപ്പാണ് പ്രണവിന് ലഭിച്ചത്. എന്നാൽ അഭിനയം പോരെന്ന വിമർശനം പ്രണവിന് കേൾക്കേണ്ടി വന്നു. ഹൃദയം എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ പരാതികൾ അവസാനിച്ചത്. സിനിമയിൽ മികച്ച പ്രകടനം നടൻ കാഴ്ചവെച്ചു. പ്രണവിന്റെ ആദ്യ 50 കോടി ചിത്രം കൂടിയായിരുന്നു ഹൃദയം. അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച സിനിമയേക്കാൾ ഉപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ. ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും. വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ. സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു. യാത്രയെ പാഷനാക്കി വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന പ്രണവിനെ കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും വൈറലാകാറുണ്ട്. അയാൾക്ക് അതാണ് ഇഷ്ടമെന്നും തനിക്ക് സാധിക്കാത്തത് ആൾ ചെയ്തോട്ടെ എന്നുമായിരുന്നു മകന്റെ ഈ ജീവിത രീതികളെ സംബന്ധിച്ച ചോദ്യത്തിന് മോഹൻലാൽ മുൻപ് നൽകിയ മറുപടി. ബാലതാരമായിട്ടാണ് പ്രണവ് അഭിനയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഒന്നാമൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലമാണ് പ്രണവ് ചെയ്തത്. പിന്നീട് 2003 മേജർ രവിയും രാജേഷ് അമനകരയും എഴുതി സംവിധാനം ചെയ്ത പുനർജനിയിലും കേന്ദ്ര കഥാപാത്രത്തെ പ്രണവ് അവതരിപ്പിക്കുകയും അതിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം പ്രണവ് നേടുകയും ചെയ്തു.